നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷമായിരിക്കും പലപ്പോഴും തിരിച്ചറിയാം നമ്മളുടെ ഓഡിയോ ഫയലോ അല്ലെങ്കിൽ വീഡിയോയിൽ എന്തോ ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നിട്ടുണ്ട്, കോപ്പിറൈറ്റ് കണ്ടൻറ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ എൻ്റെ കുറച്ച് വ്യൂവേഴ്സ് ചോദിച്ച ഡൗട്ടിൻ്റെ ബേസിലാണ് ഈ വീഡിയോ. അതായത് എങ്ങനെയാണ് നമ്മൾ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ കോപ്പിറൈറ്റ് നമ്മളുടെ ഓഡിയോനുണ്ട് എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക, പിന്നെ എന്താണ് ഈ കോപ്പിറൈറ്റ്, എങ്ങനെയാണ് ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഫേസ്ബുക്കിൽ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. അപ്പോൾ ഫേസ്ബുക്കിൽ മോണിറ്റൈസ് ആവണമെങ്കിൽ, നമ്മളുടെ വീഡിയോ ആണെങ്കിലും റീൽ ആണെങ്കിലും മോണിറ്റൈസ് ആവണമെങ്കിൽ നമ്മൾ ഫേസ്ബുക്കിൻ്റെ കണ്ടൻറ് മോണിറ്റൈസേഷൻ പോളിസി ഫോളോ ചെയ്യണമെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ലാസ്റ്റ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പം അതിൽ പറയുന്ന കാര്യങ്ങൾ നമ്മളുടെ കണ്ടൻറ് ഒറിജിനൽ ആയിരിക്കണം, അറ്റ് ദ സെയിം ടൈം കോപ്പിറൈറ്റുള്ള ഓഡിയോസും അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമ്മൾ അതിൽ യൂസ് ചെയ്യരുത്. അങ്ങനെയുള്ള കേസിൽ ഫേസ്ബുക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫേസ്ബുക്കിൻ്റെ ഒരു AI ഡിറ്റക്ഷൻ ടൂളുണ്ട്. ആ ടൂൾ യൂസ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ വീഡിയോൻ്റെ മ്യൂസിക് മ്യൂട്ടാക്കും, അല്ലെങ്കിൽ ഒരു പാർട്ട് ഓഫ് ആ ഓഡിയോൻ്റെ ഒരു പോർഷൻ മാത്രം റെസ്ട്രിക്റ്റ് ചെയ്യും. അതായത് കോപ്പിറൈറ്റഡ് ആയ ഓഡിയോൻ്റെ ഒരു ഭാഗം മാത്രം അവർ റെസ്ട്രിക്റ്റഡ് ആക്കി വെക്കും. അങ്ങനെ നമ്മൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ പാർഷ്യലി മ്യൂട്ടഡ് ആണെന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൻ്റെ മെസ്സേജ് വന്നാൽ എന്താ സംഭവിക്കുകയെന്ന്, അത് നമ്മളുടെ ഓഡിയൻസിന് നോർമലി അവർ വീഡിയോ കാണുന്ന പോലെ കാണാൻ സാധിക്കും. പക്ഷേ ചില ഭാഗങ്ങളിലൊക്കെ മ്യൂസിക് ഉണ്ടാവാതിരിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഈ കണ്ടൻറ്റിന് നമുക്ക് മോണിറ്റൈസേഷന് സാധ്യത കുറവാണെന്നല്ല, സാധ്യത ഇല്ല എന്ന് തന്നെ പറയാം. അവിടെ ക്ലെയിം വരാൻ സാധ്യതയുണ്ട്, കോപ്പിറൈറ്റ് ക്ലെയിം വരും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്ന നമ്മളുടെ വീഡിയോസിന്, അല്ല പാർഷ്യലി മ്യൂട്ടഡ് ആയ നമ്മളുടെ വീഡിയോസിന് മോണിറ്റൈസേഷന് എലിജിബിലിറ്റി ഉണ്ടാവില്ല. നമ്മുടെ വീഡിയോസിന് റിപ്പീറ്റഡ് വയലേഷൻ ഉണ്ടാവുകയാണെങ്കിൽ നമ്മളുടെ ഫേസ്ബുക്ക് പേജിനും മോണിറ്റൈസേഷൻ്റെ എലിജിബിലിറ്റി നഷ്ടപ്പെടും. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് പാർഷ്യൽ മ്യൂട്ടിംഗ് അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ലോസ് എന്ന് പറഞ്ഞൊരു സിറ്റുവേഷനിലേക്ക് എത്താതിരിക്കുക, അല്ലെങ്കിൽ നമ്മളുടെ കണ്ടൻറ്റിനെ എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായി നമുക്ക് ഫ്രീ ടു യൂസ് മ്യൂസിക് അല്ലെങ്കിൽ ഓഡിയോസ് യൂസ് ചെയ്യണം. അതിനൊപ്പം തന്നെ ഏതൊക്കെ സൈറ്റിൽ ആണ് നമുക്ക്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് റോയൽറ്റി ഫ്രീ ഓഡിയോസ് അല്ലെങ്കിൽ റോയൽറ്റി ഫ്രീ സൈറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫേസ്ബുക്കിൻ്റെ തന്നെ ഒരു സൗണ്ട് കളക്ഷൻ ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, അപ്പോൾ നിങ്ങൾക്കത് കിട്ടും. പിന്നെ പിക്സാബേ മ്യൂസിക് ഉണ്ട്, പിക്സാബേ മ്യൂസിക്, അത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. അതുപോലെ യൂട്യൂബിൻ്റെ ഓഡിയോ ലൈബ്രറി ഉണ്ട്. ഇതിന്നൊക്കെ എടുക്കുന്ന മ്യൂസിക് നമുക്ക് നമ്മളുടെ വീഡിയോ ഫയൽസിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അത് തന്നെ പലപ്പോഴും നമ്മൾ അതിനെ എഡിറ്റ് ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ, ഒരു മ്യൂസിക് ഫയലിനെ എഡിറ്റ് ചെയ്ത് യൂസ് ചെയ്യുമ്പം അത് നമുക്ക് മാക്സിമം കോപ്പിറൈറ്റ് ഇല്ലാതെ യൂസ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ എൻ്റെ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ മനസ്സിലാക്കിയത്. അതെങ്ങനെയാണെന്നുള്ളതുകൂടെ ഞാൻ ഈ വീഡിയോയിൽ അധികം ലെങ്ത് ഇല്ലെങ്കിൽ ഈ വീഡിയോയിൽ അല്ലെങ്കിൽ മറ്റൊരു വീഡിയോയിൽ കാണിച്ചു തരാം നിങ്ങൾക്ക്. പിന്നെ മാക്സിമം എന്ന് പറഞ്ഞാൽ യൂട്യൂബിനെ പോലെയല്ല, ഫേസ്ബുക്കിൽ നമ്മൾ മോണിറ്റൈസ് ആവാൻ വേണ്ടിയിട്ട് മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ ഒറിജിനൽ വീഡിയോയിൽ, ഇപ്പം നമ്മളുടെ വോയിസ് ക്ലിയർ ഇല്ലെങ്കിൽ വോയിസ് ഓവറായിട്ട് ചെയ്യാം. വോയിസ് ഓവറായി ചെയ്യുമ്പം നമ്മളുടെ ഫോണിൽ തന്നെ ഇൻബിൽട്ട് ആയിട്ടുള്ള മ്യൂസിക്കുകൾ ഉണ്ടാകും, ലൈറ്റ് മ്യൂസിക്സ്. ആ മ്യൂസിക് ചെറുതായിട്ട് ആഡ് ചെയ്തിട്ട് അങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാം. ഈ മൂവീസിന് സോങ് എടുക്കാതെ നമ്മളുടേതായ ഫോണിലെ ഇൻബിൽറ്റ് മ്യൂസിക് എടുത്തിട്ട് സൗണ്ട്സ് എടുത്തിട്ട് അതും അറ്റാച്ച് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ വോയിസ് ഓവറും കൊടുക്കുക. അങ്ങനെ വരുമ്പം കോപ്പിറൈറ്റ് നമുക്ക് വരില്ല. ഇനി നമുക്ക് ഇങ്ങനെ ഫേസ്ബുക്കിൽ നമ്മളുടെ വീഡിയോസ് പാർഷ്യലി മ്യൂട്ടഡോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി മ്യൂട്ടഡോ ആയി കാണിച്ച് കോപ്പിറൈറ്റ് വന്ന കണ്ടൻറ്റ് എന്താ ചെയ്യുക, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യാൻ നോക്കാം. ഇങ്ങനെ ഫേസ്ബുക്കിൽ നമ്മളുടെ വീഡിയോസ് പാർഷ്യലിയോ കംപ്ലീറ്റ്ലിയോ മ്യൂട്ടഡ് ആവുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ ഒരു 3 മെത്തേഡ്സ് ആണുള്ളത്. അതായത് ഫേസ്ബുക്ക് അലോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഓഡിയോ റിമൂവ് ചെയ്തുകൊണ്ട് നമ്മളുടെ വീഡിയോ എഡിറ്റ് ചെയ്യാം. അത് ഒരു മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നുകയാണ് നമുക്ക് ആ ഒരു ഓഡിയോ യൂസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, അത് കോപ്പിറൈറ്റ് ഇല്ലാത്തൊരു ഓഡിയോ ആണ് ഞാൻ യൂസ് ചെയ്തതെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കൊരു ഡിസ്പ്യൂട്ട് ക്ലെയിം ചെയ്യാം. പിന്നെയെന്ന് പറഞ്ഞാൽ ഒരു തേർഡ് മെത്തേഡ്, നമ്മളത് ഡിലീറ്റ് ചെയ്യുക, ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുക, എന്നിട്ട് നമ്മളുടെ ഓഡിയോ മാറ്റി അല്ലെങ്കിൽ റീമിക്സ് ചെയ്തിട്ട് വീണ്ടും അപ്ലോഡ് ചെയ്യാം.
അപ്പോൾ ഈ 3 മെത്തേഡാണ് നമ്മളുടെ കണ്ടൻറ്റിന് ഡിമോണിറ്റൈസ് ആവാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. So friends, keep in your mind, always keep a clean record by uploading fully original and clear content. ഇങ്ങനെ നമ്മുടെ ഫേസ്ബുക്കിലും അല്ലെങ്കിൽ ഏതൊരു സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് ത്രൂ നമ്മൾ ഏൺ ചെയ്യാൻ ശ്രമിക്കുമ്പം നമ്മളുടെ വീഡിയോൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത ഓഡിയോ ഫയൽസിന് കോപ്പിറൈറ്റ് വരുമ്പോൾ നമുക്ക് എന്താ ചെയ്യാന്നുള്ളത് വേറൊരു മെത്തേഡൂടെ കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക്. അതായത് ഞാൻ ഇൻഷോട്ടിൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മൂവി സോങ് ആണ് ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്ത് വെച്ച സാധനം ഞാൻ എൻ്റെ വീഡിയോൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുമ്പം അതിനെ ഇൻഷോട്ടിൽ എഡിറ്റ് ചെയ്യാന്നുള്ളത് എങ്ങനെയാണെന്നുള്ളത് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ആ വോയിസ് എഫക്റ്റ് മാറ്റി കൊടുക്കും ഞാൻ. അപ്പം അങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്, ഫേസ്ബുക്കിൽ നമ്മൾ യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും നമ്മൾ അപ്ലോഡ് ചെയ്ത് ഒരു വിത്തിൻ 5 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യണം നമുക്ക് കോപ്പിറൈറ്റ് പ്രോബ്ലം ഒന്നും വന്നിട്ടില്ലല്ലോ എന്നുള്ളത്. അപ്പോഴേക്കും നമ്മളെ വ്യൂ ഒന്നും അധികം കൂടിയിട്ടുണ്ടാവില്ല. ആ സമയത്ത് തന്നെ നമ്മളുടെ ആ ഒരു കണ്ടൻറ്റ് ഡിലീറ്റ് ചെയ്തിട്ട് നമുക്കത് റീ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പം റീമിക്സ് ചെയ്യുമ്പം കോപ്പിറൈറ്റിൻ്റെ വല്ലാതെ പ്രോബ്ലം വരാറില്ല സാധാരണ. അപ്പം എല്ലാവർക്കും പെട്ടെന്ന് തന്നെ മോണിറ്റൈസ് ആവട്ടെ, മോണിറ്റൈസ് ആവാത്തവർക്കൊക്കെ വേഗം തന്നെ മോണിറ്റൈസ് ആവട്ടെ. ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യൂ. അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ. അതുപോലെയുള്ള അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.